അതെ, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ദഹിക്കില്ല ചന്തു. ബൈക്കുകാരനൊരു ലിഫ്റ്റ് കൊടുത്താൽ ആരും തന്നെ ബൈക്കുകാരന് കാശ് കൊടുക്കാറില്ല. കൊടുത്ത ചരിത്രം കേട്ടിട്ടും ഇല്ല. ആ അതാണ്, കൊടുക്കാറില്ലല്ലോ. ഇല്ല ഇല്ലല്ലോ, തീർച്ചയല്ലേ? ആ അത് തന്നെ. ശരി, പിന്നെ എന്തുകൊണ്ടാണ് വിസ്മയ എനിക്ക് കാശ് തന്നത്? അത് പറ. എന്തുകൊണ്ടാന്ന് വെച്ചാ അതെ, ഞാൻ പറയാം. അവൾക്ക് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട്. അവള് ഡോക്ടർ ആവുമ്പോ ഈ ചന്തുവും വലിയൊരു കാശുകാരനാവണമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാവും. അതാണ് കരുതൽ, അതാണ് ഇഷ്ടം. മനസ്സിലായ? മനസ്സിലായി. നീയേ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. തലയിൽ എഴുതാ. ഞാൻ കാല് കഴുകിട്ട് വരാം. ബൈജു ഡോക്ടറോ? സാറെന്താ സ്കൂട്ടറില്? കാറ് സർവീസിന് കൊടുത്തു. മിസ്സസിന്റെ സ്കൂട്ടർ എടുത്തപ്പോ ലൈറ്റ് കത്തുന്നില്ല. അത് ബൾബ് മാറ്റിയാ മതി സാറേ, അധികം ഉപയോഗിക്കാണ്ടിരുന്നല്ലേ. ഷോപ്പ് അടച്ചോ? ഇതൊന്ന് നന്നാക്കി തരാൻ. അടയ്ക്കാൻ തുടങ്ങിയതാ, പക്ഷെ സാറിന്റെ സ്കൂട്ടർ റെഡി ആക്കിയിട്ടേ ചന്തു കട അടയ്ക്കൂ. ആശാനേ, ആശാനേ, ഇത് പണിയാവുമല്ലോ. ഓരോരുത്തന്മാർക്ക് വണ്ടിയും കൊണ്ടുവരാൻ കണ്ട നേരം. ആശാനേ, ആ സ്ക്രൂ ഡ്രൈവറും സ്പാനറും എടുത്തിട്ട് വരുമോ? അതൊക്കെ തുടച്ചു വെച്ചേക്കുക. തുടച്ചു വെച്ചാലെന്താ, വീണ്ടും തുടച്ചൂടെ? ഒന്ന് എടുത്തിട്ട് വാ ആശാനെ. ഡോക്ടറെ, സെൻട്രൽ സ്റ്റാൻഡിൽ സാറേ, ഏത് പാദയാത്രയും രോഗിയും കൊണ്ട് ആള് വന്ന സാറ് പരിശോധിച്ച് മരുന്ന് കൊടുക്കാറില്ലേ? നമ്മളും അങ്ങനെ തന്നെയാ. ഒരു മെക്കാനിക്കിന്റെയും ഡോക്ടറുടെയും ആവശ്യം ഏത് നേരത്താ വരിക എന്ന് പറയാൻ പറ്റില്ല സാറേ. ഇത് രണ്ടും ലോകത്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരു ഡോക്ടറുള്ള വീട്ടില് ഒരു മെക്കാനിക്കും വേണമെന്ന് ഞാൻ പറയും. എന്താ ആശാനെ, ശരിയല്ലേ? അതെ അതെ, നടന്നത് തന്നെ. നടക്കും, അല്ലെങ്കിലേ നടത്തി കാണിക്കും നമ്മള്. ആശ നോക്കിക്കോ. ഓ, കാണിച്ചാ മതി. നീ പണി തീർക്കാൻ നോക്ക്. അല്ല ഡോക്ടർ സാറേ, ഒരു സംശയം. ഈ MBBS പഠിച്ചിറങ്ങിയ ഉടൻ തന്നെ ഹാർട്ട് അറ്റാക്ക് നോക്കാനും പ്രസവിപ്പിക്കാനൊക്കെ പറ്റുമോ? അതിനൊക്കെ സ്പെഷ്യലായിട്ട് കൂടുതൽ പഠിക്കണം. കാർഡിയോളജി, ഗൈനക്കോളജി എന്നൊക്കെ പറയും. ഓ ആണല്ലേ. ഞാൻ കരുതി MBBS കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന്. ഡോക്ടറായിട്ട് പ്രാക്ടീസ് തുടങ്ങാൻ പറ്റും, പക്ഷേ PG കൂടെ ചെയ്യുന്നതാണ് അത്യാവശ്യം. ചന്തുവിനെന്താ ഇക്കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്? അത് സാറേ, ഇവൻ രാത്രി വർക്ക്ഷോപ്പ് പണി നിർത്തി നാളെ മുതൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പണിക്കിറങ്ങാൻ പോവുക. ഡോക്ടർ ചന്ദ്രകുമാർ MBBS എന്നാ മുഴുവൻ പേര്. ബാസിയേട്ടൻ അങ്ങനെ കളിയാക്കണ്ട. ചന്തു തത്വത്തിലൊരു ഡോക്ടർ തന്നെയാ. ഞങ്ങൾ മനുഷ്യ ശരീരം വെട്ടിക്കീറി പരിശോധിക്കുമ്പോൾ ചന്തു വണ്ടികളുടെ ബോഡി പൊളിച്ച് പരിശോധിച്ച് ചികിത്സ നിശ്ചയിക്കും. ഇപ്പോ ചന്തു ചെയ്യുന്നതേ സ്കൂട്ടറിന്റെ കാഴ്ചശക്തി ശരിയാക്കല. അല്ലെന്ന് പറയാൻ പറ്റുമോ ബാസിയേട്ടന്? അതൊന്നും പറഞ്ഞ ആശാന് മനസ്സിലാവില്ല സാറേ. ഒരു മെക്കാനിക്കും ഒരു ഡോക്ടർ പെണ്ണും തമ്മിൽ പ്രേമിച്ചാലും കല്യാണം കഴിച്ചാലും ഈ ഭൂലോകം തന്നെ ഇടിഞ്ഞു വീഴുമെന്ന ഇവരുടെയൊക്കെ വിചാരം. അതെ, ഞാനിവിടെ നിന്നാ ശരിയാവില്ല. നീയേ ടൂൾസ് ഒക്കെ എടുത്ത് അകത്ത് വെച്ചോ, നാളെ കാണാം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.